ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. നമ്മളിന്ന് വന്നിരിക്കുന്നത് സോണി 7M4 എന്ന ക്യാമറയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഒത്തിരി പേര് റിവ്യൂ ചെയ്ത് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ എന്ന് വേണ്ട ലോകത്തുള്ള എല്ലാ ഭാഷകളിലും റിവ്യൂ ഓൾറെഡി ലക്ഷക്കണക്കിന് ഇറങ്ങിയ ഒരു ക്യാമറയാണ് സോണി 7M4 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട് നമ്മുടെ ഒരു റിവ്യൂ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്ന് നമ്മൾ സോണി 7M4ൻ്റെ റിവ്യൂവുമായിട്ട് വന്നിരിക്കുന്നത്. സോണിയുടെ ഹൈബ്രിഡ് റേഞ്ചിലുള്ള ഒരു ക്യാമറ തന്നെയായിരുന്നു 7 സീരീസ് എന്ന് പറയുന്നത്. സോണി 7, 7 II, 7 III, 7 4. പക്ഷേ 7 3യിൽ വന്നപ്പോഴാണ് സോണി ശരിക്കും മാർക്കറ്റിനെ കയ്യിലെടുക്കുന്ന രീതിയിൽ ആ ക്യാമറ ഒരു ഹൈബ്രിഡ് ക്യാമറയായിട്ട് ജനം അംഗീകരിച്ചു തുടങ്ങി. അതിന് മുമ്പൊക്കെ 7, 7 II ഒക്കെ ഒരു സ്റ്റില്ലെടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയായിട്ടായിരുന്നു ഫോട്ടോഗ്രാഫേഴ്സ് കണ്ടിരുന്നത്. പക്ഷേ സോണി 7M3 ലോഞ്ച് ചെയ്ത് പതിയെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും കളി അവിടെ മാറുമായിരുന്നു. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മീഡിയം ബഡ്ജറ്റ് ഹൈബ്രിഡ് ക്യാമറ എന്നുള്ള രീതിയിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു ക്യാമറയായിരുന്നു 7M3 എന്ന് പറയുന്നത്. പക്ഷേ 7M3യുടെ ടോണിലും അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കസ്റ്റമർ, പ്രത്യേകിച്ച് മലയാളി വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും കുറച്ച് മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഈ മാറ്റങ്ങളെല്ലാം അവർ നെഞ്ചിൽ എന്താണോ ആഗ്രഹിച്ചത് ആ മാറ്റങ്ങളെല്ലാം അതേപോലെ ജപ്പാനിലെ R&D എൻജിനീയേഴ്സ് പഠിച്ചിട്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് വന്ന ക്യാമറയാണ് 7M4 എന്ന് പറഞ്ഞാൽ. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ക്യാമറകൾ ബുക്ക് ചെയ്തൊരു ക്യാമറ, ഈ ഒരു കുറേ നാളിനിടയ്ക്ക് ഒരുപാട് ക്യാമറകൾ പ്രീ ബുക്കിംഗ് വന്നൊരു ക്യാമറയായിരുന്നു 7M4 എന്ന് പറയുന്നത്. ഒട്ടും പ്രതീക്ഷകൾ തെറ്റിക്കാതെ തന്നെ 7M4 അതിൻ്റെ മാർക്കറ്റിലെ ജൈത്രയാത്ര തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോഴും. സോണിയുടെ ബാക്ക് ഇലൂമിനേറ്റഡ് സിമോസ് സെൻസർ തന്നെയാണ് 7M4ൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബയോണിക്സ് XR പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 33 മെഗാ പിക്സലിലാണ് ഈ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിനകത്ത് സോണിയുടെ സിനി ടോൺ ഓപ്ഷനും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് സ്കിൻ സോഫ്റ്റൻ ചെയ്യാൻ പറ്റുന്ന 2-3 ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോണ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആർട്ടിക്കുലേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. ഓരോ സീരീസ് ക്യാമറ ഇറങ്ങുമ്പോഴും സോണി വളരെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഇതിനകത്തും ആക്റ്റീവ് മോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വീഡിയോയ്ക്കാണെങ്കിലും ഫോട്ടോയ്ക്കാണെങ്കിലും അത്യാവശ്യം ഷേക്കും ഒക്കെ വന്നാലും ഇതിനെ ഒട്ടും ബാധിക്കാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോക്കസ് ബ്രീത്തിങ് കറക്ഷനും ഇതിനകത്ത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു G Master ലെൻസ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ 1.4 ലെൻസസ് പല ബ്രാൻഡിലും സോണിക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ G Master ലെൻസസ് ഉപയോഗിക്കുമ്പോഴാണ് സോണിയുടെ യഥാർത്ഥ പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഫോക്കസ് ബ്രീത്തിങ്ങൊക്കെ നിങ്ങൾ 2 ടൈപ്പ് ഓഫ് ലെൻസസും G Masterഉം തേർഡ് പാർട്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ വ്യത്യാസം പ്രകടമായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും. 2 1.4 ലെൻസസ് നിങ്ങൾക്ക് G Masterുമായിട്ട് കമ്പയർ ചെയ്ത് വേറെ ഏത് ബ്രാൻഡും പ്രത്യേകമായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടേണ്ട സ്ഥലത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം വളരെ പ്രകടമായിട്ട് അറിയാൻ പറ്റും. കഴിവതും ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലെൻസസ് G Master ലെൻസസ് ഉപയോഗിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി 1 മടങ്ങെങ്കിലും കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 4Kയിൽ നമുക്ക് 10 ബിറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് 7M4 എന്ന് പറയുന്നത്. 4222ൽ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ്സിൽ വരെ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. 7K ഓർ സാമ്പിളിംഗ് ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി ഔട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് എഡിറ്റിംഗ് ടേബിളിൽ നമ്മളിങ്ങനെ ഹൈ ക്വാളിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു റിസൾട്ട് തന്നെ നമുക്ക് ഈ ക്യാമറയെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോണി 7M4നകത്ത് നമുക്ക് എക്സ്റ്റേണൽ റെക്കോർഡിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. HDMI ഔട്ട് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ റെക്കോർഡിങ്ങിൽ നിഞ്ച പോലുള്ള എക്സ്റ്റേണൽ റെക്കോർഡ് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ലൈവ് ഷോയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അതിന് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സോണിയുടെ മിറർലെസ് ക്യാമറകളിൽ ആദ്യമായിട്ടാണ് ക്ലോസ്ഡ് ഷട്ടർ കൊണ്ടുവന്നത് 7M4നകത്താണ്. അപ്പോൾ നമുക്ക് ലെൻസൊക്കെ മാറുമ്പോഴത്തേക്കും ആ ഷട്ടർ സെൻസറിനകത്ത് പൊടിയും മറ്റ് കാര്യങ്ങളൊന്നും കയറാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ഫോക്കസ് മാപ്പിങ്ങും പാലറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് മാപ്പിംഗ് ആണ് സോണി 7M4ൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഏരിയാസ് മാത്രം പലപ്പോഴും
ആവശ്യമുള്ള ഏരിയാസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് എസൻസ് മാർക്കർ എന്നൊരു ഓപ്ഷൻ കൂടെ സോണി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഹൈലൈറ്റ്സ് നമുക്ക് വേണ്ട ഏരിയാസ്, ചിലപ്പോൾ ഹൈലൈറ്റ്സിന് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ചില ഏരിയാസ് ആവശ്യമായിട്ട് വരും, ബാക്കിയെല്ലാം നോർമൽ വീഡിയോയിലായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ എസൻസ് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റില്ലിലും അതുപോലെ തന്നെയാണ്. നമ്മൾ കുറേ പടങ്ങൾ എടുക്കുന്നതിനിടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വിട്ടുപോരുമെന്ന് ആഗ്രഹിക്കുന്ന പടങ്ങൾ നമുക്ക് ക്യാമറയിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതെല്ലാം കൊണ്ടായിരിക്കണം ഒരു ജനപ്രിയ ക്യാമറ എന്നുള്ള രീതിയിൽ 7M4 ഇത്രയും ഒരു പ്രചാരം കിട്ടാനുള്ള കാരണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വിട്ടുപോയ ഏരിയാസ് ഉണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് 7M4 കുറിച്ച്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. വിട്ടുപോയ ഏരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.